കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു കളമശ്ശേരി ബോംബ് സ്ഫോടനം. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. ആ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. അയാളുടെ പിന്നിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, അയാളുടെ ഐഡിയോളജി എന്താണ്, അയാൾ ആ ഭീകരപ്രവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അയാളുടെ മതമാണോ, അയാൾ ആ ഭീകരവാദിയായതിൽ അയാൾ ഉൾക്കൊള്ളുന്ന സമുദായങ്ങൾക്ക് പങ്കുണ്ടോ, ആ ഭീകരാക്രമണം നടത്തിയ ആൾക്ക് ഇന്ത്യയോട് കൂറുണ്ടോ, അയാൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ വക്താവാണോ തുടങ്ങിയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനൊരു ചർച്ച ഇന്ത്യയല്ല. പക്ഷെ അവിടെ ഉണ്ടായ ചർച്ച എന്തായിരുന്നു? ആ സംഭവം നടന്ന ഉടനെ ഉണ്ടായ ചർച്ച എന്തായിരുന്നു? ഇതൊക്കെ മറ്റവന്മാരാണ്, ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ആ ഫലസ്തീൻ്റെ ഭാഗത്ത് നിൽക്കുന്നവരാരോ ചെയ്തതാണിത്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം തിയറികളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിദ്വേഷത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ വിദ്വേഷത്തിൻ്റെ ലക്ഷ്യം അത് പ്രീ പ്ലാൻഡ് ആയിട്ട് അവരെന്താണ് ചെയ്യണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോൾ നാളെയും ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യൂ. അങ്ങനെ തന്നെ അവർ ചിന്തിക്കൂ. അങ്ങനെ അല്ലാതെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കൂടി ക്രിട്ടിക്കലായിട്ട് ആ വിഷയത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഭരണകൂടത്തെ വിമർശിക്കുകയാണെങ്കിൽ, സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരെല്ലാം ഈ ഭീകരരുടെ ആളാക്കുകയും, അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ യഥാർത്ഥ രാജ്യസ്നേഹികളാരാണ്, രാജ്യത്തോട് കൂറുള്ളവരാരാണെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് ചെയ്യുന്നത്.